ഹായ് ഓൾ, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോഡ്യൂൾ 3യുടെ ഒരു റിവിഷൻ, അതായത് മാഗ്നറ്റോസ്റ്റാറ്റിക്സിന്റെ റിവിഷൻ. അപ്പൊ അതിനു മുമ്പ് മോഡ്യൂൾ 2ൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു, അതേപോലെ മോഡ്യൂൾ 3ൽ ഇലക്ട്രോ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സൈ എന്ന് പറഞ്ഞാൽ ലെറ്ററോട് ഡിനോട്ട് ചെയ്യും. അതേപോലെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലുള്ളതാണ് അത് മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ എന്നുള്ളത്. ഓക്കെ, ഈ സൈ ബൈ ഏരിയനാണ് നമ്മൾ എന്ത് പറയാറ്? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ ഡി ഇസ് ഈക്വൽ ടു സൈ ബൈ എ. അതേപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഇസ് ഈക്വൽ ടു എന്ത് വരും? ഫൈ ബൈ മാഗ്നറ്റിക് ഫ്ലക്സ് പെർ ഏരിയ. ഓക്കെ, അപ്പൊ അത് സിമിലർ ആണ്. ഓക്കെ, ഫ്ലക്സ് പെർ ഏരിയ, ഇവിടെയും ഫ്ലക്സ് പെർ ഏരിയ. ഇനി അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നുള്ളത് എച്ച് എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഇന്റൻസിറ്റിയും ഇന്റൻസിറ്റിയും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണെന്ത്? ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇ. ഓക്കെ, എപ്സിലോൺ നോട്ട് ഇല്ല, എപ്സിലോൺ ഇ. അപ്പൊ എപ്സിലോൺ എന്ന് വെച്ചാൽ എന്ത് വരും? എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ. ഓക്കെ, അപ്പൊ എപ്സിലോണിന്റെ പേരാണ് എന്ത്? പെർമിറ്റിവിറ്റി എന്നുള്ളത്. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ത്? ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച്. ഓക്കെ, ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച്. ഇവിടെ ഡെൻസിറ്റി ആണ്, ഇവിടെ ഇന്റൻസിറ്റി ആണ്. ഓക്കെ, മ്യൂവിന്റെ പേരാണ് എന്ത്? പെർമേബിലിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കമ്പാരിസൺസ് ഉണ്ട്. അപ്പോ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാനുള്ള ലോ ആണ് ബയോട്ട് സവാർട്സ് ലോ. ഓക്കെ, ബയോട്ട് സവാർട്സ് ലോ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡി എച്ച് കണ്ടെത്താനാണ്. ഓക്കെ, ഡി എച്ച് ഡ്യൂ ടു അറ്റ് എ പോയിന്റ് പി. ഓക്കെ, അപ്പൊ ഡി എച്ച് എന്നുള്ളത് ഫസ്റ്റ് പറയുന്നത് പ്രൊപ്പോസ് ടു പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് ഡിഫറൻഷ്യൽ ലെങ്ത് ഡി എൽ. ഓക്കെ, നമ്മളൊരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ എടുത്തു, അതിൽ ചെറിയൊരു കറന്റ് പാസ് ചെയ്യുണ്ടാകും, അതിൽ ചെറിയൊരു എലമെന്റ് എടുത്തു, ഡി എൽ എന്നുള്ള ഡിസ്റ്റൻസ് പി എന്നുള്ള പോയിന്റിലാണ് ഇന്റൻസിറ്റി കാണുന്നത്. അപ്പൊ ഡി എച്ച് എന്നുള്ളത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഐ പ്രൊഡക്റ്റ് ഓഫ് ഐ ആൻഡ് ഡി എൽ. ഓക്കെ, അപ്പൊ ഐഡിയലിന് പ്രൊപ്പോർഷണൽ ആണ്. അതിന് പ്രൊപ്പോസ് ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ലൈൻ ഇൻ ജോയിൻ. പിന്നെ എന്താണ്? ഈ ആംഗിളിന്റെ പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഡി എച്ച് ഇസ് പ്രൊപ്പോസ് ടു സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ. ഓക്കെ, ഡി എച്ച് പ്രൊപ്പോസ് ടു സൈൻ തീറ്റ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആർ ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് എലമെന്റ്. ഓക്കെ, അപ്പൊ ഡി എച്ച് എന്നുള്ളത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു ആർ സ്ക്വയർ ആണ്. ഓക്കെ, നമ്മൾ കുളംസ് ലോ പഠിച്ചിരുന്നുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. അതിന് സിമിലർ ആണ് ആര്? ബയോട്ട് സവാർട്സ് ലോ എന്നുള്ളത്. ഓക്കെ, അവിടെ Q1 Q2 ആയിരുന്നു, ഇവിടെ എന്തായാലും ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു ആർ സ്ക്വയർ ആണ്. അപ്പൊ ഡി എച്ച് പ്രൊപ്പോസ് ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഈ പ്രൊപ്പോർഷണൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കെന്റെ വാല്യൂ ആണത് 1/4π. ഓക്കെ, അപ്പൊ ഇത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ ഡയറക്ഷൻ എങ്ങനെ കാണാം? ഡയറക്ഷൻ റൈറ്റ് ആൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, തമ്പ് കറന്റിന്റെ ഡയറക്ഷനിൽ തമ്പ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ആൻഡ് ഫിംഗർ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എ ആർ എന്നുള്ള ഡയറക്ഷൻ ആണ് നമ്മൾ യൂണിറ്റ് വെക്ടർ കൊണ്ടാണ് ഡയറക്ഷൻ മാർക്ക് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഐഡിയൽ എ ആർ സൈൻ തീറ്റ. അപ്പൊ ഇതിനെ ഞാൻ എ എന്നും ഇതിനെ ബി എന്നും എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരുന്നു? ഒരു എ ബി സൈൻ തീറ്റ എന്നുള്ള ഒരു ടീം വന്നില്ലേ? ഓക്കെ, അപ്പൊ എ ബി സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? എ ക്രോസ് ബി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ക്രോസ് ബി എന്ന് എഴുതുകയാണെങ്കിൽ, അതായത് ഐഡിയൽ ക്രോസ് എ ആർ എന്ന് എഴുതുകയാണെങ്കിൽ ഐഡിയൽ എ ആർ സൈൻ തീറ്റ എന്നുള്ള ടേമാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഐഡിയൽ സൈൻ തീറ്റ എ ആറിനെ പകരം നമുക്ക് എങ്ങനെ എഴുതാം? ഐഡിയൽ ക്രോസ് എ ആർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ നോക്കിയിട്ടും ഡി എച്ചിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതേപോലെ ഇതും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കുറച്ച് ഡെൻസിറ്റീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ഓക്കെ, അതേപോലെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലുള്ള കുറച്ച് ഡെൻസിറ്റി ഐ ഡി എൽ, അതേപോലെ ജെ ഡി എസ്, കെ ഡി എൽ എന്നാണ്. ഓക്കെ, ഐ ഡി എൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കറന്റ് എലമെന്റ് എടുത്തു, തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയ ഒരു കറന്റ് എലമെന്റ് എടുത്തു, അവിടുത്തെ ചെറിയ ഏരിയ ലെങ്ത് എടുക്കുകയാണെങ്കിൽ ഡി എൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് നമ്മൾ പറയാറ്? ഐ ഡി എൽ എന്നാണ് പറയാറ്. ഓക്കെ, ഐ ഡി എൽ ക്രോസ് എ ആർ ഡിവൈഡ് ബൈ 4πr സ്ക്വയർ, തൊട്ട് മുമ്പ് പഠിച്ചത്. അപ്പൊ അവിടെ ഡി എച്ച് ആണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത്. എച്ച് ആണെങ്കിൽ എന്ത് ചെയ്യണം? സിംഗിൾ ഇന്റഗ്രേഷൻ ആണ് ചെയ്യാറ്. ഓക്കെ, എൽ എന്ന് വെച്ചാൽ എന്താണ്? ലൈൻ ഇന്റഗ്രൽ, അതായത് ഒറ്റ ഇന്റഗ്രൽ. രണ്ടാമത് ജെ ഡി എസ്. ഓക്കെ, അപ്പൊ ഈ എലമെന്റ് ഉണ്ടല്ലോ, കറന്റ് ക്യാരിങ് എലമെന്റ് ഒരു ഏരിയയിൽ എടുക്കുകയാണെങ്കിൽ, റെപ്രസെന്റ് ചെയ്യണതാണ് ജെ ഡി എസ്. ഓക്കെ, അപ്പൊ ഈ ഐഡിയൽ എന്നതിന് പകരം അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ജെ ഡി എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ജെ ഡി എസ്, എസ് എന്നുള്ളത് എന്താണ്? സർഫസ് ഏരിയ ആണ്. അപ്പൊ ഏരിയ ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ആണ്.
ഓക്കെ, അപ്പൊ ഇങ്ങനെ എസ് എന്നിട്ടാൽ ഇതെന്താണ് അർത്ഥം? ഇവിടെ രണ്ട് ഇന്റഗ്രേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ജെ ഡി എസ് ക്രോസ് എ ആർ ഡിവൈഡ് ബൈ 4πr². ഇനി അതേപോലെ വോളിയം ഡെൻസിറ്റിന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ കെ ഡി ബി എന്ന് പറയാണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഐഡിയലിന് പകരം ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? കെ ഡി ബി എന്ന്. വോളിയം ഇന്റഗ്രൽ ആണെങ്കിൽ ഇത് എന്തുണ്ടാകും? 3 ഇന്റഗ്രൽ ആയിട്ടാണ് വരിക. ഓക്കെ, 3 ഇന്റഗ്രൽ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഈ ജെ ഡി എസ് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ജെ ഡി എസും അതേപോലെ ഐഡിയലും. വോളിയം ഇന്റഗ്രൽ അഥവാ കുറവാണ് നമുക്ക് എന്ത് ചെയ്യാൻ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജെന് കറന്റ് ഡെൻസിറ്റി, വെറും കറന്റ് ഡെൻസിറ്റി അല്ല, കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി എന്ന് പറയും. ഓക്കെ, കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് പെർ ഏരിയ. ഓക്കെ, കറന്റ് പെർ ഏരിയയാണ് എന്ത് പറയാറ്? കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി എന്ന് പറയാറ്. ഓക്കെ, ജെ ഈസ് ഇക്വൽ ടു ഐ ബൈ എസ്. ഓക്കെ, അപ്പൊ ഇതിനെ സ്മോൾ ഡി ഐ ഡിവൈഡ് ബൈ സ്മോൾ ഏരിയ എന്നാണ് കണ്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഡി ഐ ബൈ ഡി എസ് എന്നാണ് കണ്ട് റെപ്രസെന്റ് ചെയ്യുക. ഈ ഡി എസ് ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും? ഡി ഐ ഈസ് ഇക്വൽ ടു ജെ ഡി എസ് എന്ന് വരും. ഓക്കെ, അപ്പോൾ സ്മോൾ കറന്റ് ആണ് കിട്ടി. അപ്പോൾ ഫുൾ കറന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് ഏരിയ ഇന്റഗ്രൽ ആയതുകൊണ്ട് ഡബിൾ ഇന്റഗ്രൽ ജെ ഡി എസ് എന്നാണ് കണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കറന്റിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഐ ഈസ് ഇക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ജെ ഡി എസ്. ഓക്കെ, നമ്മളവിടെ റോ വി എന്നാണ് കണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് എന്ത് ഇവിടെ ജെ എന്നുള്ളത്. ക്യൂ ഇസ് ഇക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞത്, ക്യൂ ഇസ് ഇക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ റോ വി ഡി വി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതേപോലെ തന്നെയാണ് ഐ ഇസ് ഇക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് എന്നുള്ളത്. നെക്സ്റ്റ് ഉള്ളതാണ് ആംബിയർ സർക്യൂട്ട് ലോ. ഓക്കെ, ആംബിയർ സർക്യൂട്ട് ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇറ്റ് സ്റ്റേറ്റ്സ് ദ ഇന്റഗ്രൽ ഓഫ് എച്ച് അറൗണ്ട് ക്ലോസ്ഡ് പാത്ത്. ഓക്കെ, ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇന്റഗ്രൽ ഓഫ് അറൗണ്ട് ഇതിൽ കൂടിയുള്ള എച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഈ സെയിം ഓഫ് ദ നെറ്റ് കറന്റ് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്, അതായത് ഇതിന്റെ ഉള്ളിലുള്ള ടോട്ടൽ കറന്റിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദ സർക്കുലേഷൻ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ഐ എൻക്ലോസ്ഡ്. ഓക്കെ, സർക്കുലേഷൻ ഓഫ് കറന്റ് ഈസ് ഐ എൻക്ലോസ്ഡ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് മാത്തമെറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതാണ് സർക്കുലേഷൻ ഓഫ് കറന്റ് എന്ന് പറയുന്നത്, എച്ച് ഡോട്ട് ഡി എൽ. ഓക്കെ, ഈ ലെങ്ത്തിലൂടെയാണ്, ഓക്കെ, ഈ സർഫസിലൂടെയാണ്, പാത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ എച്ച് ഡോട്ട് ഡി എൽ എന്നാണ് കണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഈക്വൽ ടു ഐ എൻക്ലോസ്ഡ്, എത്രത്തോളം ഉള്ളിൽ കറന്റ് ഉണ്ടെന്ന്. ഓക്കെ, കറന്റിന് ഇപ്പൊ തൊട്ട് മുമ്പ് നമ്മളൊരു ഇക്വേഷൻ കണ്ടു, എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് എന്നാണ് കണ്ടും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ആംബിയർ സർക്യൂട്ട് ലോ എന്നുള്ളത്. ഇതേപോലെ ഒരു ഇക്വേഷൻ നമ്മൾ ഏതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഏത് തിയറി ആയിരുന്നു? ഗോസ് ലോ. ഓക്കെ, ഗോസ് ലോ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? ചാർജ് എൻക്ലോസ്ഡിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഗോസ് ലോക്ക് സിമിലർ ആണ് എന്ത്? ആംബിയർ സർക്യൂട്ട് ലോ. കുളംസ് ലോക്ക് സിമിലർ ആണ് ആര്? ബയോട്ട് സവാർട്സ് ലോ. ഓക്കെ, അപ്പൊ ഇത് സിംഗിൾ ഇന്റഗ്രൽ ആണ്. സിംഗിൾ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രൽ ആക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഏത് തിയർ ആയിരുന്നു? നമ്മുടെ സ്റ്റോക്സ് തിയറം. ഓക്കെ, സ്റ്റോക്സ് തിയറം സിംഗിൾ ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ആണ്. അപ്പോൾ സ്റ്റോക്സിൽ എന്താകും? സിംഗിൾ ഇന്റഗ്രലിന് പകരം ഡബിൾ ഇന്റഗ്രൽ വരും. എച്ച് ഡോട്ട് ഡി എല്ലിന് പകരം എന്ത് വരും? ഡെൽ ക്രോസ് എച്ച് എന്നാണ് വരും. ഓക്കെ, ഡെൽ ക്രോസ് എച്ച് എന്നാക്കിയിട്ട് വരും. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ വന്നതുകൊണ്ട് എന്ത് വരും? ഡി എസ്. ഓക്കെ, അപ്പൊ ഇത് ഏതാണ്? സ്റ്റോക്സ് തിയർ ആണ്. സ്റ്റോക്സ് തിയറം പ്രകാരം സിംഗിൾ ഇന്റഗ്രൽ എന്താക്കുക? ഡബിൾ ഇന്റഗ്രൽ ആക്കുക. ഇനി ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ രണ്ടോടത്ത് എന്തുണ്ട്? ഡബിൾ ഇന്റഗ്രൽ ഉണ്ട്, ഡി എസ് എന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ക്രോസ് എച്ച് ഇസ് ഇക്വൽ ടു ജെ എന്നാണ് ഒരു ടേം കിട്ടും. ഓക്കെ, സിംഗിൾ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രൽ ആക്കുന്നതാണത് സ്റ്റോക്സ് തിയറം. അപ്പോൾ ഈ ടേമുകൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഡബിൾ ഇന്റഗ്രലും ക്യാൻസൽ ചെയ്തു, ഈ ഡി എസും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ക്രോസ് എച്ച് ഇസ് ഇക്വൽ ടു ജെ എന്നാണ്. ഓക്കെ, അപ്പൊ ജെ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി. ഓക്കെ, നമുക്ക് എച്ച് തരും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി തരും. അത് ഡെല്ലും കൂടി ക്രോസ് പ്രോഡക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി കിട്ടും. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ആംബിയർ സർക്യൂട്ട് ലോയും അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. ഓക്കെ, അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ വി ഡോട്ട് ഡി എസ് എന്ന് വരും. വി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? ഫ്ലക്സ് പെർ ഏരിയ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡി ഫൈവ് ബൈ ഡി എസ് എന്ന് വരും. അപ്പൊ ഡി എസിന് ഇങ്ങോട്ട് എടുത്തു ഫൈൻ. അപ്പോൾ ഡി ഫൈവ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ബി ഡി എസ് എന്ന് വരും.
അപ്പോൾ ഡി എസ് ആയതുകൊണ്ട് ഡബിൾ ഇൻ്റഗ്രൽ ബി ഡി എസ് എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. ഫൈ ഈസ് ഇക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് മസ്റ്റ് ബി സീറോ എന്നുള്ളത്. ഓക്കെ, അതായത് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു. ഈ ക്ലോസ്ഡ് സർഫസിൽ ലീവ് ചെയ്യുന്ന കറന്റും എൻ്റർ ചെയ്യുന്ന ഫ്ലക്സും എന്തായിക്കാരം ഈക്വൽ ആയിക്കാരം. ഓക്കെ, അതായത് ഈ ഫ്ലക്സ് ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്നുണ്ട്, ആ ഫ്ലക്സിന് എന്ത് ചെയ്യുന്നുണ്ട് ഈ മാഗ്നറ്റിന്റെ അകത്തുകൂടി എന്ത് ചെയ്യുന്നുണ്ടാകും ഇതിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ടാകും. എത്രത്തോളം ലീവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മാഗ്നറ്റിന്റെ അകത്തുകൂടി എന്ത് ചെയ്യും എൻ്റർ ചെയ്യും. ഇപ്പൊ ലീവ് ചെയ്യുന്ന ഫ്ലക്സും എൻ്റർ ചെയ്യുന്ന കറന്റും ഫ്ലക്സ് എന്തായിക്കാരം സെയിം ആയിക്കാരം. അതുകൊണ്ടാണ് ഇത് പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ ക്ലോസ്ഡ് സർഫേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് മസ്റ്റ് ബി സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോൾ എടുക്കുകയാണെങ്കിൽ നോർത്ത് പോൾ സെപ്പറേറ്റ് ആയിട്ട് മാത്രം കിട്ടുമോ? ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് നോർത്ത് പോൾ മാത്രം കിട്ടില്ല, അതിന്റെ ഒപ്പം എന്തുണ്ടാകും സൗത്ത് പോൾ ഉണ്ടാകും. അതാണ് പറയുന്നത് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തേക്കാരം വരിക സീറോ ഇക്കാരം വരിക. ഓക്കെ, ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തേക്കാരം വരിക സീറോ ഇക്കാരം വരിക. ഓക്കെ, അപ്പൊ അത് ഡൈവർജൻസ് തിയറം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ബി ഇക്വൽ ടു സീറോ കിട്ടും. ഓക്കെ, ഡെൽ ഡോട്ട് ബി ഡൈവർജൻസ് തിയറം എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ ഇൻ്റഗ്രലിനെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആക്കണത്. ഓക്കെ, ഇതിനെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആക്കിയിട്ട് ഡെൽ ഡോട്ട് ബി എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അത് ഈക്വൽ ടു എന്ത് വരും? ഡി ബി ഈക്വൽ ടു സീറോ എന്ന് വരും. അപ്പൊ നമുക്ക് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു എന്താക്കിയിട്ട് എഴുതാം? സീറോ എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനും കൂടി എന്ത് ചെയ്യാം ഓർത്തിരിക്കുക. ഓക്കെ, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ. ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ആണ്. ഇനി അതേപോലെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിരുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് റെപ്രസെന്റ് ചെയ്തിരുന്നു. ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തായിരുന്നു ഇ സിക്വൽ ടു ഈ വി എന്നല്ല ഇ സിക്വൽ ടു മൈനസ് ഡെൽ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സിമിലർ ആയിട്ടുള്ളതാണ് എന്ത് ഇക്ക് സിമിലർ ആണ് ഇവിടെ ഏത് എച്ച് എന്നുള്ളത്. മൈനസ് ഡെൽ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, എച്ച് സിക്വൽ ടു മൈനസ് ഡെൽ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അത് ഓൺലി ഫോർ ജെ ഇസ് ഇക്വൽ ടു സീറോ. ഓക്കെ, കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി സീറോ ആണെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ റിലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, എച്ച് ഇസ് ഇക്വൽ ടു മൈനസ് ഡെൽ ബി എം കമ്പയർ ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഈസ്ക്വൽ ടു മൈനസ് ഡെൽ ബി ആണെങ്കിൽ എച്ച് ഇസ് ഇക്വൽ ടു മൈനസ് ഡെൽ ബി എം. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ അതേപോലെ ബി കാണാൻ എന്ത് ചെയ്താൽ മതി? ബി കാണാൻ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. ഇന്റഗ്രേഷൻ എ ടു ബി എച്ച് ഡോട്ട് ഡി എസ് റെപ്രസെന്റ് ചെയ്താൽ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. എച്ച് ഇസ് ഇക്വൽ ടു മൈനസ് ഡി എൽ ബി എം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അതേപോലെയുള്ളതാണത് വെക്റ്റർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇവിടെ സ്കേലാർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ട്, അതേപോലെ വെക്റ്റർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട്. അപ്പൊ ബി സിക്വൽ ടു നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി കാണാൻ ബി സിക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഡെൽ ക്രോസ് എ ചെയ്താൽ മതി. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി കാണാൻ ചോദിക്കും. അപ്പൊ ഡെൽ ക്രോസ് എ ചെയ്താൽ എന്ത് ചെയ്യാ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ എ എന്നുള്ളത് വെക്റ്റർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ. വെക്റ്റർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ബി സിക്വൽ ടു ഡെൽ ക്രോസ് എ. ബി സിക്വൽ ടു ഡെൽ ക്രോസ് എ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ കറന്റ് ഡെൻസിറ്റി ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ്. എച്ച് തന്നിട്ടുണ്ട്. ഏതാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്? ജെ ആണ് കാണാൻ തന്നത്. അപ്പൊ നമുക്കറിയാം ഡെൽ ക്രോസ് എച്ച് ഈസ് ഇക്വൽ ടു ജെ ആണെന്ന് നമുക്കറിയാം. ആ ഇക്വേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏതാണ് ഇതുള്ളത്? ആർ ഉണ്ട്, തീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്. ഓക്കെ, ആർ ഉണ്ട്, തീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്. ഇത് ഏത് ഫോമിലാണ്? സ്ഫെറിക്കൽ ഫോം. ഓക്കെ, സ്ഫെറിക്കൽ ഫോമാണ്. സ്ഫെറിക്കൽ ഫോമിൽ ക്രോസ് പ്രൊഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അപ്പോൾ ഡെൽ ക്രോസ് എ എന്നാണെങ്കിൽ 1/r² സൈൻ തീറ്റ എ ആർ എ തീറ്റ ആർ സൈൻ തീറ്റ എ ഫൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ തീറ്റ, ഡോ ബൈ ഡോ ഫൈ. എ ആർ ആണെങ്കിൽ ക്യാപിറ്റൽ എ ആർ, ആർ എ തീറ്റ ആണെങ്കിൽ ആർ ഇൻറ്റു ക്യാപിറ്റൽ എ തീറ്റ, ആർ സൈൻ തീറ്റ എ ഫൈ എന്നാണെങ്കിൽ ആർ സൈൻ തീറ്റ ക്യാപിറ്റൽ എ ഫൈ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ ഉള്ളത്? ഇതിൽ എ ആറിന്റെ ടേം ഉണ്ടോ? ഇല്ല. എ തീറ്റന്റെ ടേം ഉണ്ടോ? ഇല്ല. എ ഫൈന്റെ ടേം ഉള്ളത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഏതേക്കാരം വരിക? എ ഫൈ എന്നുള്ള ഈ ടേം ആയിക്കാരം വരിക. ഓക്കെ, ഈ ടേം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ.
A5 എന്നുള്ള ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ടേം എന്തേക്കാരം 0 ഇക്കാരം, ഈ ടേം എന്തേക്കാരം 0 ഇക്കാരം. R A theta R sin theta dou by dou theta dou by dou phi 0 0 R sin theta ആറും ഇതും കൂടി R ക്യൂബ് വരും. സൈൻ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റ എന്നേക്കാരം വരാം. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റ എന്നേക്കാരം ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഒരു 1/r സ്ക്വയർ സൈൻ തീറ്റ ഇവിടെ പുറത്തുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണുക. അപ്പോൾ 1/r സ്ക്വയർ സൈൻ തീറ്റ ഉണ്ടാകും, AR എന്നുള്ളത് ഉണ്ടാകും. ഡോ ബൈ ഡോ തീറ്റ ഓഫ് R ക്യൂബ് സൈൻ സ്ക്വയർ തീറ്റ, ഡോ ബൈ ഡോ തീറ്റ ഓഫ് R ക്യൂബ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ഡോ ബൈ ഡോ ഫൈ ഓഫ് 0, അതെന്തായി പോകും? 0 ആയി പോകും. മൈനസ് R A തീറ്റ ഡോ ബൈ ഡോ R ഓഫ് R ക്യൂബ് സൈൻ സ്ക്വയർ തീറ്റ, ഡോ ബൈ ഡോ R ഓഫ് R ക്യൂബ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ഡോ ബൈ ഡോ ഫൈ ഓഫ് 0, 0 ആയി പോകും. പിന്നെ R സൈൻ തീറ്റ A5 ഡോ ബൈ ഡോ R ഓഫ് 0 മൈനസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് 0, അതെന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന് ഇവിടെ AR എന്നുള്ള യൂണിറ്റ് വെക്ടർ ഉണ്ട്. ഇതിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? R ക്യൂബ് അതേപോലെ തന്നെ ഉണ്ടാകും. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, 2 സൈൻ തീറ്റ കോസ് തീറ്റ AR എന്ന് കിട്ടും. പിന്നെ അവിടെ R A തീറ്റ എന്നുള്ള ഒരു ടേം ഉണ്ട്. ഡോ ബൈ ഡോ R ഓഫ് R ക്യൂബ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത്. അപ്പൊ 3R സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പൊ അത് ഒന്നും കൂടി ഈ R സ്ക്വയർ സൈൻ തീറ്റ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഈ R ക്യൂബും R സ്ക്വയറും കൂടി ക്യാൻസൽ ആയി പോയിട്ട് R ആകും. 2R കോസ് തീറ്റ വരും. സൈൻ തീറ്റ ക്യാൻസൽ ആയി പോകും. അതേപോലെ ഇവിടെയും ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? J എന്നുള്ളത് ഈ വാല്യൂക്കാരും കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഇൻ എ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് വെക്ടർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് ശരിക്കും പഠിച്ചാൽ മതി. ഇതിൽ നമുക്ക് ഇതുവരെ പഠിച്ച എല്ലാ ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എ എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ബി കാണാൻ ചോദിച്ചിട്ടുണ്ട്, H J ആൻഡ് കറന്റും കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതില് ഏതാണ് കോർഡിനേറ്റ് സിസ്റ്റം? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഏതാ കാണാനുള്ളത്? ബി ആണ് കാണാനുള്ളത്. അപ്പൊ ഫ്ലക്സും മാഗ്നറ്റിക് പൊട്ടൻഷ്യലും വെക്ടർ മാഗ്നറ്റിക് പൊട്ടൻഷ്യലും കൂടി ഇക്വേഷൻ ആണത് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് ചെയ്യണം. ഓക്കെ, ഡെൽ ക്രോസ് എ. അപ്പോ ക്രോസ് പ്രൊഡക്റ്റിംഗ് ഏതില്? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 1/r AR R A5 AZ ഡോ ബൈ ഡോ R ഡോ ബൈ ഡോ ഫൈ ഡോ ബൈ ഡോ Z, ക്യാപിറ്റൽ AR R A5 AZ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ARന്റെ എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടർ ഇല്ല, അതുകൊണ്ട് AR ഈക്വൽ ടു 0 ആയിക്കാരം. A5 എന്നുള്ള ടേം ഇല്ല, അതുകൊണ്ട് ക്യാപിറ്റൽ A5 എന്തേക്കാരം 0. ഈ ടേം ആയിക്കാരം എന്തുണ്ടാകുക? AZ എന്നുള്ള ടേം ഉണ്ടാകുക. ഓക്കെ, അപ്പൊ AR 0 A5 0 AZ 50R സ്ക്വയർ. ഓക്കെ, അപ്പൊ ചെയ്യാം 1/r ഇൻറ്റു AR ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ ഓഫ് AZ മൈനസ് ഡോ ബൈ ഡോ Z ഓഫ് RA5. ഓക്കെ, AR ഇൻറ്റു ഈ ടേം മൈനസ് R ഇൻറ്റു A5 ഡോ ബൈ ഡോ R ഓഫ് AZ മൈനസ് ഡോ ബൈ ഡോ Z ഓഫ് AR. ഓക്കെ, അപ്പൊ ഈ ടേം 0 ആണ്, ഈ ടേമും 0 ആണ്. പിന്നെ മൈനസ് പ്ലസ് AZ ഇൻറ്റു ഡോ ബൈ ഡോ R ഓഫ് 0 മൈനസ് ഡോ ബൈ ഡോ ഫൈ ഓഫ് 0, അത് ക്യാൻസൽ ആയി പോയി, അതുകൊണ്ടാണ് ഇവിടെ ഉപയോഗിക്കാത്തത്. ഓക്കെ, അപ്പൊ A5 എന്നുള്ള ടേം ഒക്കെ 0 ആണ്. AZ മാത്രമേ ഉള്ളൂ, AR എന്നുള്ളതും 0 ആണ്. അപ്പൊ ഡോ ബൈ ഡോ ഫൈ ഓഫ് AZനെ വിത്ത് റെസ്പെക്ട് ടു ഫൈ ചെയ്യുകയാണെങ്കിൽ അതെന്തായി പോകും? 0 ആയി പോകും. അപ്പൊ ഇതും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? മൈനസ് R ഇൻറ്റു A5 ഡോ ബൈ ഡോ R ഓഫ് AZ എന്നുള്ളത് 50R സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു RH ചെയ്താൽ എന്ത് കിട്ടും? 2 ഇൻറ്റു R വരും. അപ്പൊ 2 ഇൻറ്റു 50 ചെയ്യുമ്പോൾ 100R. അപ്പോൾ മൈനസ് 100R ഇൻറ്റു R സ്ക്വയർ വന്നു A5. ഓക്കെ, മൈനസ് 100R സ്ക്വയർ A5 എന്നുള്ള ടേം ആയി പാരും. ഓക്കെ, ഇത് ഏതാണ്? ബിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ബി കിട്ടിയാൽ പിന്നെ ചോദിച്ചത് H ആണ് ചോദിച്ചത്. അപ്പോൾ ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ എന്താ? ബി സിക്വൽ ടു മ്യൂ H ആണ്. ഓക്കെ, ബി സിക്വൽ ടു മ്യൂ H ആണ്. അപ്പൊ H സിക്വൽ ടു ബി ബൈ മ്യൂ 0 ഇൻറ്റു മ്യൂ R. മ്യൂ ആറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല,
അപ്പോൾ 1 ആക്കി എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് 100 ആർ സ്ക്വയർ മ്യൂ 0 എന്നുള്ള വാല്യൂ കാര്യം വരിക. ഓക്കെ, മൈനസ് 100 ആർ സ്ക്വയർ A5 ഡിവൈഡ് ബൈ മ്യൂ 0 എന്നുള്ള വാല്യൂ വരും. ഓക്കെ, ആർ സ്ക്വയർ ഉണ്ടാകും. ഇനി അതേപോലെ ജെ കാണാൻ ഡെൽ ക്രോസ് എച്ച്. ഓക്കെ, ഡെൽ ക്രോസ് എച്ചിന്റെ ഇക്വേഷൻ എന്താണ്? ക്രോസ് പ്രൊഡക്റ്റിന്റെ അതേ ഇക്വേഷനിലെ ഇതാണ് എച്ച് ഉണ്ടാവുക. ഓക്കെ, അതിൽ A5 എന്നുള്ള ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. AR 0 ഇക്കാരം A5ന്റെ വാല്യൂ മൈനസ് 100 ആർ സ്ക്വയർ ബൈ മ്യൂ 0 എന്നുള്ള വാല്യൂ ആണ്. അതേപോലെ AZ എന്നുള്ളതും 0 ആകും. ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ജെ ഈ വാല്യൂ കിട്ടണമെന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ചോദിച്ചത് കറന്റ് ആണ് കാണാൻ ചോദിച്ചത്. കറന്റ് കാണാൻ I = ഡബിൾ ഇന്റഗ്രൽ J ഡോട്ട് DS ആണ്. അപ്പൊ അതിന് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ DS-ന്റെ ഇക്വേഷൻ എന്താണ്? RdRd5AZ എന്നാണ്. ഓക്കെ, RdRd5AZ. ജെന്റെ വാല്യൂ നമ്മളിപ്പോ തൊട്ട് മുമ്പ് ഈ ടേമാണ് മ്യൂ 0. പിന്നെ നമുക്ക് എന്ത് ചെയ്തുണ്ട്? ലിമിറ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. 0 മുതൽ 1 വരെയാണ് 6, 0 മുതൽ 2π വരെയാണ് 5. Z 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ Z-ന്റെ ഡയറക്ഷനേക്കാരം ഉണ്ടാവുക. ഓക്കെ, Z-ന്റെ ഡയറക്ഷനേക്കാരം ഉണ്ടാവുക. അതുകൊണ്ടാണ് Z-ന്റെ ഡയറക്ഷനുകളുടെ DS എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ് ഇത്. ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ R²/2 എന്നുള്ള ഒരു ടേം ഉണ്ടാകും. D5 എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ R²/2ന് 0 to 1, 5ന് 0 to 2π എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ചെയ്ത് നോക്കിയാൽ -500 മെഗാ ആംപിയർ എന്നുള്ള വാല്യൂ. നെക്സ്റ്റ് പ്രോബ്ലം, ദ ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് P in space is 4x square AX plus 2py AY plus 2yz AZ Weber per meter. The value of constant P കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. B ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, B ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇതിൽ പഠിച്ചു ഡെൽ ഡോട്ട് ബി, അതായത് മാഗ്നറ്റിക് പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇതും വിത്ത് റെസ്പെക്ട് ടു ഡെൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് വരും? ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡോ ബി എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബി വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ ബി സെഡ് ഡിവൈഡ് ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് എന്ത്? ബി എക്സ്, ഇതാണ് ബി വൈ, ഇതാണ് ബി സെഡ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 8x എന്ന് കിട്ടും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ എച്ച് ചെയ്താൽ 2p എന്ന് കിട്ടും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് എച്ച് ചെയ്താൽ 2y എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ 8x plus 2p plus 2y is equal to 0 എന്ന് വന്നു. ഇതിൽ നിന്ന് പിന്റെ വാല്യൂ കണ്ടെത്തുകയാണെങ്കിൽ 2p എന്നുള്ളത് ബാക്കി രണ്ടും ഇങ്ങോട്ട് എടുത്തു 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ p is equal to -4x - 2y എന്നുള്ള ടേം കിട്ടി. അപ്പോൾ ഏത് പോയിന്റിലാണ് കാണാൻ പറഞ്ഞത്? 1, 2, -2 എന്നുള്ള പോയിന്റിലാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ഈ എക്സിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സെഡിന് എന്ത് ചെയ്യുക? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സിന് 1 എടുക്കുമ്പോൾ -4, വൈന് 2 എടുത്താൽ -4 കിട്ടും. അപ്പൊ -8 എന്നുള്ള വാല്യൂ പെർ പി കിട്ടും. ഓക്കെ, ഇതൊരു ഗേറ്റ് പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.